മക്കളെ ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മിസ് വിശ്വസിക്കുന്നു. സോ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് ആസ് പ്രോമിസ് നിങ്ങളുടെ അടുത്തേക്ക് മിസ് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ ചോദ്യങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ടോ ഇയോ എന്നുള്ള കാര്യം എന്റെ കുഞ്ഞുങ്ങളൊന്ന് അനലൈസ് ചെയ്യണം കേട്ടോ. ഒന്നാമത്തെ ചോദ്യം നോക്കാം. കുറച്ച് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കണങ്ങൾ തന്നിട്ടുണ്ട്. ഇവരെ കണ്ടെത്തിയ സയന്റിസ്റ്റുകളെയാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ പ്രോട്ടോണിനെ ആരാ കണ്ടെത്തിയത്? പ്രോട്ടോണിനെ കണ്ടെത്തിയ സയന്റിസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ് അല്ലെ. ഏണസ്റ്റ് റുദർഫോർഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് പ്രോട്ടോണുകളെ കണ്ടെത്തിയത്. ഇനി ഇലക്ട്രോൺസിനെ ആരാ കണ്ടുപിടിച്ചത്? മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ജെ തോംസൺ ആണ് അല്ലെ. ജെ തോംസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇലക്ട്രോണുകളെ കണ്ടുപിടിച്ചത്. ഇനി അടുത്തത് ന്യൂട്രോൺ, ചാർജ് ഇല്ലാത്ത നമ്മുടെ ന്യൂട്രോണുകളാണ്. ഈ ന്യൂട്രോണുകളെ കണ്ടെത്തിയത് നമുക്കറിയാം നമ്മുടെ ജെയിംസ് ചാഡ്വിക് അല്ലെ. ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പൊ ഈ 3 പേരുകളും കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. പ്രോട്ടോണുകളെ റുദർഫോർഡ്, ഇലക്ട്രോണുകളെ തോംസൺ, ന്യൂട്രോണുകളാണെങ്കിൽ ചാഡ്വിക്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ കാഥോഡ് റേസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചിരുന്നു അല്ലെ. ആ പ്രോപ്പർട്ടീസിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. നോക്ക്, സം ഒബ്സർവേഷൻസ് റിലേറ്റഡ് ടു എക്സ്പെരിമെന്റ്സ് ഓൺ കാഥോഡ് റേസ് ആർ ഗിവൺ. അതായത് കാഥോഡ് രശ്മികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പരീക്ഷണങ്ങളുടെ നിരീക്ഷണങ്ങൾ ഒബ്സർവേഷനും തന്നിട്ടുണ്ട്. അപ്പം അതായത് ഈ ഓരോ ഒബ്സർവേഷനിൽ നിന്നും എന്ത് ഇൻഫറൻസ് ആണ്, എന്ത് അനുമാനത്തിലേക്കാണ് നമ്മൾ എത്തിയത് എന്ന് പറയണം. നോക്ക്, എ പാഡിൽ വീൽ പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് കാഥോഡ് റേസ്. ഓർമ്മയുണ്ടോ? ചെറിയ ഇതളുകളുള്ള ഒരു ചക്രം, ഇതേപോലെയുള്ള ഒരു ചക്രം നമ്മൾ കൊണ്ടുവച്ചപ്പോൾ ആ ചക്രത്തിന് എന്താ സംഭവിച്ചത്? ആ പാഡിൽ വീലിന് എന്താ സംഭവിച്ചത്? ആ പാഡിൽ വീൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു അല്ലെ. ആ ചക്രം ഇങ്ങനെ കറങ്ങി. അപ്പൊ ചക്രം കറങ്ങണമെങ്കിൽ നമ്മുടെ കാഥോഡ് റേസിന് എന്തുണ്ടാ? വന്ന് ഇടിക്കുന്ന ആൾക്ക് കുറച്ച് ശക്തി, കുറച്ച് മാസ് ഉണ്ടാവണം അല്ലെ. അപ്പൊ ഇങ്ങനെ വന്ന് സ്ട്രൈക്ക് ചെയ്ത കാഥോഡ് റേസിന് മാസ് ഉള്ളത് കൊണ്ടാണ് ഈ പാഡിൽ വീൽ ഇങ്ങനെ കറങ്ങിയത്. ശരിയല്ലേ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പറയാം കാഥോഡ് റേസ് ഹാവ് മാസ് അല്ലെ. എന്താ മക്കളെ പറയാൻ പറ്റുക? കാഥോഡ് റേസ് ഹാവ് മാസ്. ശരിയാണോ മിസ് പറഞ്ഞത്? നോക്ക്, കാഥോഡ് രശ്മികളുടെ പാതയിൽ വെച്ച് നേർത്ത ഇതളുകളുള്ള ചക്രം കറങ്ങുന്നു. ഇതിൽ നമ്മൾ കണ്ടെത്തിയത് കാഥോഡ് രശ്മികൾക്ക് മാസ് ഉണ്ട് എന്നാണ് കണ്ടെത്തിയത്. അടുത്ത പോയിന്റിലേക്ക് പോവാം. എ ഷാഡോ ഈസ് ഫോംഡ് ഇഫ് ആൻ ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് കാഥോഡ് റേസ്. ഓർമ്മയുണ്ടോ? അതായത് കാഥോഡ് രശ്മികൾ പോകുന്ന വഴിയിൽ ഒരു വസ്തു വെച്ചാൽ നിഴലുണ്ടാവുന്നു. അപ്പൊ നമ്മളൊരു ഒപ്പേക്ക് ഒബ്ജക്റ്റിനെ, ഒരു അധാരി വസ്തുവിനെ കൊണ്ടുവച്ചപ്പോൾ അതിന്റെ ഷാഡോ ഫോം ചെയ്തു. മക്കളെ, ഷാഡോ ഫോം ചെയ്യുന്നത് എപ്പോഴാ? ഒരാള് സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുമ്പോൾ, നേർരേഖയിൽ സഞ്ചരിക്കുമ്പോഴാണ് ഷാഡോ ഫോം ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെ ഷാഡോ ഉണ്ടാക്കിയതിൽ നമ്മൾ കണ്ടെത്തിയ പോയിന്റ് എന്ന് പറയുന്നത് കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, കാഥോഡ് രശ്മികൾ എന്താ ചെയ്തത്? രശ്മികളുടെ പാതയിൽ ഒരു വസ്തു വെച്ചാൽ നിഴലുണ്ടാകുന്നു. ഇതിൽ നിന്ന് നമ്മൾ എത്തിയ ഇൻഫറൻസ് അല്ലെങ്കിൽ അനുമാനം എന്ന് പറയുന്നത് കാഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. ഇനി അടുത്തത്, when an electric field is applied perpendicular to the path of cathode rays, the rays deflect towards a positive plate. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുവച്ചപ്പോൾ പോസിറ്റീവ് പ്ലേറ്റിന്റെ അടുത്തേക്കാണ് ഡീവിയേഷൻ സംഭവിച്ചത്. പാതയ്ക്ക് ലംബമായി വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ പോസിറ്റീവ് പ്ലേറ്റിന്റെ അടുത്തേക്ക് പോയി. അതാണ് നമ്മുടെ ഹൈലൈറ്റ് അല്ലെ, പോസിറ്റീവ്. അപ്പൊ പോസിറ്റീവിന്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ഒരു ഇലക്ട്രോൺ, നെഗറ്റീവ് ചാർജുള്ള ആൾക്കാരാണ് പോസിറ്റീവിന്റെ അടുത്തേക്ക് അട്രാക്ഷൻ സംഭവിക്കുക അല്ലെ. അപ്പൊ പോസിറ്റീവ് പ്ലേറ്റിന്റെ അടുത്തേക്ക് അട്രാക്ഷൻ സംഭവിക്കണമെങ്കിൽ നമ്മുടെ കാഥോഡ് റേസിന് എന്ത് ചാർജ് ആയിരിക്കണം? നെഗറ്റീവ് ചാർജ് ആയിരിക്കണം. ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് കണ്ടെത്തിയത് കാഥോഡ് റേസ് ആർ എന്ത് ചാർജാണ് കണ്ടെത്തിയത്? കാഥോഡ് റേസ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് അല്ലെ. അതായത് നോക്കിക്കേ, അങ്ങനെ പോസിറ്റീവ് പ്ലേറ്റിന്റെ അടുത്തേക്ക് വ്യതിചലിക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ആണ്. ഈ നെഗറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് പോസിറ്റീവ് പ്ലേറ്റിന്റെ അടുത്തേക്ക് ഡീവിയേഷൻ സംഭവിച്ചത്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി വേറൊരു രീതിയിലും ഇത് നിങ്ങളോട് ചോദിക്കാം. ഈ ഒരു പോയിന്റ് തരാം, കാഥോഡ് റേസ് ഹാവ് മാസ്. എങ്ങനെയാണത് കണ്ടെത്തിയത്? ഏത് എക്സ്പെരിമെന്റ് വഴിയാണ്? കാഥോഡ് രശ്മികൾക്ക് മാസ് ഉണ്ടോന്ന് എങ്ങനെയാണ് കണ്ടെത്തിയത്? അങ്ങനെ നിങ്ങളോട് ചോദിക്കാം, തിരിച്ചും ചോദിക്കാം. അപ്പൊ എന്ത് പറയണം? ഒരു ചെറിയ
ചെറിയ സ്മോൾ പാഡിൽ വീല് വെച്ചപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്തു. നേരത്തെ ഇതളുകളുള്ള ചക്രം വെച്ചപ്പോൾ അത് കറങ്ങി. അതിൽ നിന്ന് മാസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളോട് എക്സ്പെരിമെന്റ് തന്നിട്ട് അതിന്റെ ഒബ്സർവേഷൻ തന്നിട്ട് ഇൻഫറൻസ് എഴുതാൻ പറയും, അല്ലെങ്കിൽ ഇൻഫറൻസ് തന്നിട്ട് അതിലുള്ള ഏത് ഒബ്സർവേഷനിൽ നിന്നാണ് ആ ഒരു ഇൻഫറൻസിലേക്ക് എത്തിയത് എന്നും ചോദിക്കൂ കേട്ടോ. അപ്പൊ തിരിച്ചു മറിച്ചും ചോദിച്ചാലും എഴുതാനായിട്ട് എന്റെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം. സിമ്പിൾ അല്ലേ? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ ഇത്? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. നോക്ക്, പ്ലം പുഡിംഗ് മോഡൽ ആരാ കണ്ടെത്തിയത്? പ്ലം പുഡിംഗ്, നമ്മുടെ റൈസിൻ പുഡിംഗ് മോഡൽ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. അടുത്തത് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം, സൗരയൂഥ മാതൃക അല്ലെങ്കിൽ ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം എന്നും പറയാറുണ്ട്. അത് കണ്ടെത്തിയത് ഏണസ്റ്റ് റദർഫോർഡ് ആണ് കേട്ടോ. ഇനി കെനാൽ റേസ് നോക്കു മക്കളെ, കെനാൽ രശ്മികളെ കണ്ടെത്തിയത് ആരാ? കെനാൽ റേസിനെ കണ്ടെത്തിയത് യൂജൻ ഗോൾസ്റ്റൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് കേട്ടോ. പക്ഷെ അതിനുള്ളിലുള്ളത് പ്രോട്ടോൺ ആണെന്ന് പറഞ്ഞത് നമ്മുടെ റദർഫോർഡ് ആണ്. അപ്പം കെനാൽ റേസ് എന്ന് പറഞ്ഞാൽ ആരാ? കെനാൽ റേസിന് മറ്റൊരു പേര് കൂടി ഉണ്ട്. ആ പേരുകൾ എന്താണെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ എന്തായാലും താഴെ കമന്റ് ചെയ്യണം. അപ്പൊ കെനാൽ റേസിനുള്ളിൽ പ്രോട്ടോൺ ആണെന്ന് കണ്ടെത്തിയത് റദർഫോർഡും കെനാൽ റേസിനെ കണ്ടെത്തിയത് യൂജൻ ഗോൾസ്റ്റൈനുമാണ്. ഇനി ന്യൂട്രോണിനെ കണ്ടെത്തിയത് നമുക്കറിയാം, അത് നമ്മുടെ സ്വന്തം ജെയിംസ് ചാഡ്വിക് ആണ്. സോ ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഉത്തരം എഴുതാൻ പറ്റിയിട്ടുണ്ടെന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പോൾ കെനാൽ റേസിന് മറ്റൊരു പേര് കൂടിയുണ്ട്. ആ പേരുകൾ എന്താണെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരം ഈസി ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നെഞ്ചിൽ കൈവച്ചിട്ട് പറയാ, ഞാൻ അടിപൊളിയാണ്, എനിക്ക് എല്ലാ ഉത്തരം എഴുതാൻ പറ്റുന്നത്, ഞാൻ പൊളിയാണ് എന്ന് പറയാ. സോ അടുത്ത വീഡിയോക്കായി വെയിറ്റ് ചെയ്തിരുന്നോളൂ. വൈകിട്ട് ലൈവുള്ള കാര്യം മറക്കരുത്. 7:30 ഇമ്പോർട്ടൻറ്റ് 3 ചാപ്റ്റേഴ്സ് ആണ്. സോ 7:30 കാണാം.